മനുഷ്യനിൽ രണ്ട് രീതിയിലുള്ളതായ അവസ്ഥയുണ്ട്. ഒന്ന് വിസിബിൾ സ്ട്രക്ചർ, രണ്ട് ഇൻവിസിബിൾ സ്ട്രക്ചർ. കാണാവുന്നതായ അവനൊരു സ്വരൂപം, അവനെ തിരിച്ചറിയാവുന്ന സ്വരൂപം. രണ്ട്, അവനിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം, ഇൻവിസിബിൾ സ്ട്രക്ചർ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം മനുഷ്യനെ വിളിക്കുന്നത് ഞാൻ സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനുമായിട്ടുള്ളവേ. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്നത്. യെശയ്യാ പ്രവചനം 43 അധ്യായത്തിൻ്റെ 1 വാക്യം. ദൈവം മനുഷ്യനെ വിളിക്കുകയാണ്, ഇപ്പോഴോ യാക്കോബേ ഞാൻ സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനുമായുള്ളവേ. അപ്പോൾ അതെന്താണ്? രണ്ട് പ്രത്യേകത. സൃഷ്ടിച്ചത് നീ ഏത് രൂപത്തിലുള്ളതാണ്. നിനക്കൊരു രൂപം, മറ്റുള്ളവർക്ക് നിന്നെ കണ്ടാൽ ഇന്ന വ്യക്തിയാണെന്ന് ഒരു ഐഡൻറ്റിഫിക്കേഷൻ തന്നു. നിന്റെ നിറം, നിന്റെ അസ്ഥിയുടെ രൂപം, അതിന്മേൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതായ മാംസത്തിൻ്റെയും ത്വക്കിൻ്റെയും ആ രൂപത, അതുകൊണ്ട് നിനക്കൊരു പേരിനാൽ നിന്നെ അറിയുവാൻ, ഓർമ്മിക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കുന്നു. എന്നാൽ നിന്റെ ഉള്ളിൽ ഒളിക്കുന്നതായ ഒരു വ്യക്തിത്വമുണ്ട്, നിർമ്മിച്ചവൻ. ഏതെല്ലാം കാര്യങ്ങളിൽ നീ ഏർപ്പെടണം, ഏതെല്ലാം കാര്യങ്ങൾ നിനക്ക് ചെയ്യാം, എവിടം വരെ നിനക്ക് പോകാം, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ നിനക്ക് ഉൾപ്പെട്ടു നിന്നും കൊണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ നിനക്ക് രൂപാന്തരപ്പെടുത്താമെന്ന് നിന്നിൽ ഒരു പ്രോഗ്രാംഡ് സ്ട്രക്ചറുണ്ട്. അത് ദൈവം നിന്നിൽ നിർമ്മിച്ചിരിക്കുക. സൃഷ്ടിയും നിർമ്മിതവും രണ്ടും രണ്ടാണ്. സൃഷ്ടി നിന്റെ ഐഡന്റിഫിക്കേഷൻ, വിസിബിൾ സ്ട്രക്ചർ. നിർമ്മിച്ചതോ ഇൻവിസിബിൾ സ്ട്രക്ചർ. ഇവയ്ക്ക് രണ്ടിനോടും ദൈവം ചെയ്യുന്നതായ ഒരു വ്യവസ്ഥ. യാക്കോബിനോട് ദൈവം പ്രവാചകനിൽ കൂടെ സംസാരിക്കുകയാണ്, ഞാനിപ്പോൾ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അനേകം പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടെങ്കിലും ഇതാ ഞാൻ ഒരു പുതിയതൊന്ന് ചെയ്യുന്നു. ഐ ആം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ തിങ്സ്. എന്താണ് ആ ന്യൂ തിങ്സ്? 2 വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. യെശയ്യാ പ്രവചനം 43 അധ്യായത്തിൻ്റെ 2 വാക്യം. അത് ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു, ഇപ്പോഴോ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. ഇവയ്ക്ക് തമ്മിൽ എന്താണ് വ്യത്യാസം? വെള്ളവും നദിയും. ഈ വെള്ളത്തിനൊരു സ്വഭാവം, അല്ലെങ്കിൽ അതൊരു കടലിനെ കാണിക്കുകയാണ്. വെള്ളം, ആഴി, അതൊരു ഇന്റർനാഷണൽ മുഖം, സാർവദേശീയം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നിരുന്നാലും നിനക്കൊരു ഇമേജ് ഉണ്ട്, വിസിബിൾ സ്ട്രക്ചറുണ്ട്. നിന്റെ കഴിവുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നിന്നെ ഐഡന്റിഫൈ ചെയ്തതിന്, അറിയുന്നതിന് അവിടെ നിന്റെ പേര് വിളിച്ചുള്ളതായ അല്ലെങ്കിൽ ഒരു അഡ്രസ്സിനാൽ നീ അറിയപ്പെടുന്നു. സാർവദേശീയം. അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകൻ കേട്ടുകൊണ്ട് നമ്മോട് പറയുകയാണ്, നദി എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കാണ്, ഇന്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക്. ഒന്ന് സാർവദേശീയം, രണ്ട് അന്തർദേശീയം. സാർവദേശീയമായി നിന്റെ ഇമേജിന് തക്കതായി, അല്ലെങ്കിൽ നിന്നെ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നതിന് തടസ്സമായി, അതിന് വിരോധമായി ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടവൻ, ദൈവമില്ലാത്തവൻ എന്ന് വരാതിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ നടക്കും. മറ്റുള്ളവർ കാണുമ്പോൾ എന്നെയും നിന്നെയും ഒന്നിച്ച് കാണും. വെള്ളത്തിൽ കൂടെ നടക്കും. ദാറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. എന്നാൽ നദിയിൽ കൂടെ കിടക്കുമ്പോൾ, ഡൊമസ്റ്റിക്കിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ നദിക്കൊരു ഉദ്ദേശമുണ്ട്, നിന്നെ മൂടിക്കളയണം എന്ന് പറഞ്ഞാൽ നിന്നെ ഇൻവിസിബിൾ ആക്കണം. വെള്ളത്തിന് നിന്നെ ഇൻവിസിബിൾ ഒന്നും ആക്കണ്ട, വിസിബിലിറ്റി. എന്നാൽ ദൈവം പറയുന്നു, ആ വിസിബിലിറ്റിയിൽ നിനക്ക് നല്ലൊരു അഡ്രസ്സും നല്ലൊരു അറിവും നിന്നെക്കുറിച്ച് സർവ്വദേശീയമായി ഉണ്ടാകേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ നടക്കുന്നത് കണ്ട് മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കും. ബഹുമാനമാണ് സർവദേശീയമായിട്ടൊരു അംഗീകാരം, നല്ലൊരു പേര് നിനക്ക് തരുന്നു. എവിടെ പോയിരുന്നാലും നിന്നെ തിരിച്ചറിയാം. ഇന്ന പേരിനാൽ നീ അറിയപ്പെടുന്നു. അവിടെയെല്ലാം നീ പ്രസിദ്ധനാണ്.
നിന്റെ കഴിവുകളെ കുറിച്ചെല്ലാം കേൾവി അവിടെയെല്ലാം പെട്ടിരിക്കുന്നു. എന്നാൽ നദി, അന്തർദേശീയം, ഡൊമസ്റ്റിക് ഭവനത്തിലേക്ക് വരുമ്പോൾ നീ ആരെന്ന് പോലും അറിയാത്ത രീതിയിൽ നിന്നെ കവർ ചെയ്യുവാൻ, മൂടിക്കളയുവാനുള്ളതായ ചില അന്തരീക്ഷം ഭവനാന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഡൊമസ്റ്റിക്. ഒരു പ്രവാചകനും തൻ്റെ സ്വന്തം പിതൃഭവനത്തിൽ അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അവനെ മൂടിക്കളയുക. നീ കൂടി നടക്കുന്നിടത്ത് അംഗീകാരമില്ല. നിന്റെ സ്വന്തം ഭവനത്തിൽ ഒരു നല്ല ഒരു സർട്ടിഫിക്കേഷൻ ഇല്ല. ഭാര്യ എപ്പോഴും നിന്നെ ഓവർകം ചെയ്യും. ഭർത്താവ് നിന്നെ അടിച്ച് താഴെ കളയും. കുഞ്ഞുങ്ങൾ നിന്റെ പേരില്ലാതാക്കി തീക്കുന്ന രീതിയിൽ ഒരിക്കലും ഇനിയും വിസിബിൾ ആകരുതെന്നുള്ള രീതിയിൽ നിന്നെ തകർത്ത് കളയുവാനുള്ള പരിപാടികൾ കുഞ്ഞുങ്ങളിൽ കൂടെ പ്രവർത്തിക്കും. ഡൊമസ്റ്റിക്കാണ്, അന്തർദേശീയമല്ല, വിദേശീയമല്ല, ഇൻ്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക്. ഭവനത്തിൽ നദി ഭവനത്തോട് ചേർന്ന് കിടക്കുന്നതാണ്, നമ്മുടെ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്നു. നാം സമുദ്രത്തിൽ കുളിക്കാൻ തന്നെ പോകാറില്ല. നമ്മോട് കൂടെ ഒരാൾ വരും, കർത്താവ് നമ്മോട് കൂടെ വരും. എന്നാൽ നദിയുടെ ഭാഗത്ത് വരുമ്പോഴേക്കും നമുക്ക് പരിചയമാണ്. നമ്മുടെ വസ്തുവിനകത്തൂടെ ഒഴുകിപ്പോകുന്ന നദിയെക്കുറിച്ച് നമുക്കുള്ളൊരു ധാരണയുണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചിലിനെ കുറിച്ച് നമുക്കൊരു പരിചയം. ആ നദിയോട് നമുക്ക് സംസാരിക്കുക പതിവുണ്ട്. അനേക അനുഭവങ്ങൾ നമ്മുടെ ചാരത്തൂടെ കടന്നു പോകുന്നതായ നദിയെക്കുറിച്ച്. അത് സ്വീറ്റ് വാട്ടറാണ്. എന്നാൽ ഇൻ്റർനാഷണലി നോക്കുമ്പോൾ, അന്തർദേശീയമായി അതിനെ വിദേശീയമായി നോക്കുമ്പോൾ, സാർവദേശീയമായി നോക്കുമ്പോൾ ദാറ്റ് ഇസ് സോൾട്ട് വാട്ടർ. അതിന് കട്ടി കൂടുതലാണ്. അവിടെ കർത്താവ് നിന്നോട് കൂടെ വരുന്നതിനാൽ അവിടുത്തെ പ്രശ്നം നിനക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നു. വലിയ കാര്യങ്ങളൊന്നും നിന്നെക്കുറിച്ച് അവിടെ അറിയില്ല. ദൈവത്തോടു കൂടെ നടക്കുന്നവൻ എന്ന് മാത്രം അറിയാം. യോബ് ദൈവത്തോടു കൂടെ നടക്കുന്നവൻ, ദൈവം അവനെക്കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞു എന്നറിയാം. പക്ഷെങ്കിൽ വീട്ടിൽ ഭയങ്കര ഉപദ്രവമാണ്. ഭാര്യയ്ക്ക് അദ്ദേഹത്തോട് ഭയങ്കര കംപ്ലൈൻറ്റ്. കൂർക്കം വലി തന്നെ അവൾക്ക് സഹിച്ചുകൂടാ. അവനെ നിത്യം അങ്ങ് ശപിക്കുക. വീട്ടിൽ അവൻ്റെ പേര് ഉയർന്നു കാണില്ല. യോബ് പറയുകയാണ്, പലപ്പോഴും ഞാൻ നാൽക്കവലുകളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ഭക്ഷണവാതികളിൽ ചെല്ലുമ്പോൾ ചെറുപ്പക്കാർ പോലും എണ്ണീച്ചു നിൽക്കും. മറ്റുള്ളവർ എൻ്റെ വാക്ക് കേൾക്കാൻ ചെവി ഓർക്കും. ഞാൻ വളരെ ബഹുമാനനാണ്. എന്നാൽ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ബഹുമാനം ഒട്ടുമില്ല, എന്നെ മൂടിക്കളയും. ഡൊമസ്റ്റിക് ഡിമാൻഡ്സ്. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയൊരു പരീക്ഷയാണ്. എന്നാൽ ദൈവം പറയുന്നത്, തരുന്നതായ വാഗ്ദത്തം, നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ നടക്കുന്നതിനാൽ നിനക്ക് നല്ലൊരു അറിവ്, നിന്നെക്കുറിച്ച് കേൾവി. എന്നാൽ വേറൊരിടത്ത് ദൈവത്തിൻ്റെ സഹായം നിനക്ക് ആവശ്യമുണ്ട്. ഭവനത്തിൽ വരുമ്പോൾ ഡൊമസ്റ്റിക് ലൈഫ്, ഭവനത്തിലെ ജീവിതം, നീ ആരാധിക്കുന്ന ആരാധനാലയത്തിലെ ജീവിതം, സഹവിശ്വാസികൾ, കൂട്ടുകാർ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, ദേ ആർ സ്വീറ്റ് വാട്ടർ. അത് വളരെ മാധുര്യമുള്ളതായ വെള്ളമാണ്. വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം, കാര്യമൊക്കെ ശരിയാണ്. തുണി കഴുകാം, കുളിക്കാം, നിന്റെ കൃഷിക്കെല്ലാം ഉപകരിക്കും. ഒരുപാട് ഉപകാരങ്ങളൊക്കെ അതിൽ നിന്ന് നിനക്ക് എണ്ണി പറയുവാനുണ്ട്. പക്ഷെങ്കിൽ അത് തക്കം നോക്കിയിരിക്കുകയാണ് നിന്നെ മൂടിക്കളയുവാൻ. ഇത് രണ്ട് പരിശോധനയാണ്. അതിനുശേഷം കർത്താവ് വീണ്ടും പറയുകയാണ്, 4 രീതിയിലുള്ള പരീക്ഷയെക്കുറിച്ചാണ് ഇതിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിൽ കൂടെ സംസാരിക്കുന്നത്. ഒന്ന്, തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല എന്ന് പറഞ്ഞാൽ, കനൽ, തീയിൽ കാലിന് പൊള്ളൽ, ആ പൊള്ളലേറ്റാൽ പാടുകളേക്കും, വ്രണങ്ങളുണ്ടാകും. മറ്റുള്ളവർക്ക് തിരിച്ചറിയാം നിനക്ക് പൊള്ളലേറ്റു, നിന്നെക്കുറിച്ചൊരു അപവാദം, അത്രയേ ഉള്ളൂ, പേരുദോഷം. ആ പാടുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് നീ കടന്നുപോയതായ പൊള്ളലിനെ കുറിച്ച് ലോകത്തിൽ ഒരു പ്രസിദ്ധി. അതിനുശേഷം അതിൻ്റെ ഒരു പിരിവിനെയുണ്ട്, സംതിങ് ഡീപ്പർ. അതാണ് ജ്വാല നിന്നെ ദഹിപ്പിച്ച് കളയലേ, ഇൻവിസിബിലിറ്റി. അഗ്നിയിൽ കൂടെ നടക്കുമ്പോൾ ഇൻവിസിബിലിറ്റി അല്ല, വിസിബിലിറ്റിയാണ്. എന്നാൽ തീജ്വാലയിൽ കൂടെ കിടക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം നിന്നെ ദഹിപ്പിച്ച് കളയാൻ, ഇൻവിസിബിൾ ആക്കുക. 2 പരിശോധനയാണ്.
മനുഷ്യനിലുള്ളതായ രണ്ടവസ്ഥയ്ക്ക് രണ്ട് രീതിയിലുള്ളതായ പരീക്ഷ. അതിന് 4 വ്യക്തികൾ ഉൾപ്പെടുന്നു. എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ? ഒന്ന്, സൃഷ്ടിച്ചവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനുശേഷം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നു. 1-ാം വാക്യത്തിൽ 33-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനുമായ യഹോവ അരുളി ചെയ്യുന്നു. നമ്മിൽ സൃഷ്ടിതമുണ്ട്, നിർമ്മിതമുണ്ട്. സൃഷ്ടിതം എപ്പോഴും വിസിബിലിറ്റിയാണ്, നിർമ്മിതം ഇൻവിസിബിലിറ്റി, കാണാൻ കഴിയാത്തത്. സൃഷ്ടിച്ചതോ എല്ലാം കാണാൻ കഴിയും, മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് ഒരു കമൻറ്റ് പാസ്സാക്കാം. എന്നാൽ മറ്റുള്ളവർ നീ ആരാണെന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥ നിന്നിൽ നിർമ്മിച്ചിരിക്കുന്നു. നിന്റെ കഴിവുകളും കഴിവുകേടുകളും അതിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം നിനക്ക് ചില പ്രോഗ്രാംസ് തന്നിട്ടുണ്ട്. ആ പ്രോഗ്രാംസിന് മേലിൽ പരിശോധനകൾ വരും. ആ പരിശോധനകൾ എவ்விதമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് 2-ാം വാക്യത്തിൽ പറയുകയാണ്. എന്താണെന്നറിയാമോ? വെള്ളത്തിൽ കൂടെ നടക്കുക, വിസിബിലിറ്റിയാണ്. സർവദേശീയമാണ്. സമുദ്രം എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. ലോകത്തെല്ലാടും ഭൂമിയിലെല്ലാടും സമുദ്രമുണ്ട്. എന്നാൽ നദി എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസ്, ഡൊമസ്റ്റിക്, ഭവനത്തോട് ചേർന്ന് നിന്റെ ഭവനത്തിലുള്ള പരീക്ഷ. സഹപാഠികളിൽ നിന്നും, സഹവിശ്വാസികളിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, ഭാര്യയിൽ നിന്നും, ഭർത്താവിൽ നിന്നും, വേണ്ടപ്പെട്ടവരിൽ നിന്നും, എപ്പോഴും അടുത്ത് കഴിയുന്ന മാധുര്യമായ ബന്ധങ്ങളിൽ നിന്ന് ഉള്ളതായ പരീക്ഷ. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. കാരണം അത് നിന്നെ താഴ്ത്തിക്കളയുന്നു, മുക്കിക്കളയുന്നു. ഒരിക്കലും പൊങ്ങി വരാത്ത രീതിയിൽ നിന്നെ നിമജ്ജനാക്കിക്കളയുന്നു. ആർക്കും കാണാൻ കഴിയാത്തതായ പരീക്ഷകൾ രഹസ്യങ്ങളാണ്, മർമ്മങ്ങളാണ്. ആരോട് തുറന്നു പറയാൻ? ഒരു നദിയിലെ അവസ്ഥ ആരാണ് പറയുന്നത്? പറഞ്ഞാൽ വിശ്വസിക്കുമോ? അയ്യോ, നമ്മുടെ അടുത്തുകൂടെ പോകുന്നതായ നദിയിൽ ഇങ്ങനെ സംഭവിച്ചോ? പെട്ടെന്ന് ആശ്ചര്യം. വിശ്വസിപ്പിക്കാൻ വളരെ കഷ്ടം. സംഭവിച്ച ചരിത്രങ്ങളുണ്ട്, സംഭവിച്ചും കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയാണ്, ഐ വിൽ ഗിവ് യു വിക്ടറി ഫോർ ഓൾ ദീസ് എക്സ്പീരിയൻസ്. വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോഴും, സമുദ്രങ്ങളിൽ കൂടെ കിടക്കുമ്പോഴും, നദികളിൽ കൂടെ നടക്കുമ്പോഴും എല്ലാം ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ആ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമെങ്കിൽ അതിന് നമ്മെ മുക്കിക്കളയുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം. രണ്ടാമത്, വിസിബിലിറ്റി ആയിട്ടുള്ള പാടുകൾ. നിന്നെക്കുറിച്ചുള്ളതായ ഒരുപാട് കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറയുവാൻ, ശരീരത്ത് വന്നതായ പാടുകളെക്കുറിച്ച്, കാലുകളിൽ ഏറ്റതായ പൊള്ളലിൻ്റെ ആ പാടുകൾ, വ്രണങ്ങൾ കണ്ടുകൊണ്ട് നിന്നെ ദൂഷിക്കുവാൻ മനുഷ്യർ ഉപയോഗിക്കുന്നതായ ഓരോരോ ബുദ്ധികൾ, അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്നതായ അടയാളങ്ങൾ. എന്നാൽ അതിനങ്ങേപ്പുറത്ത് നീ വിശ്വസിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് ചില കരിയിലെ എടുത്ത് അല്ലെങ്കിൽ കത്തിച്ചാലും ശരി, ആ ജ്വാലയ്ക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയും, ഇല്ലാതാക്കാൻ കഴിയും. നീ ഇനിയും ഭൂമിയിൽ നിന്റെ വിസിബിലിറ്റി ഇല്ല. നിന്നെ ഇനിയും ജീവിച്ചിരിക്കാത്ത ഒരു വ്യക്തിയായി നിമജ്ജനം ചെയ്യുവാൻ, ഭസ്മമാക്കി കളയുവാൻ ജ്വാലയ്ക്ക് കഴിയും. തീയിൽ പാടുകൾ ഉണ്ടാക്കുന്നു, ജ്വാല ദഹിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ വചനം ആഴമായി നാം ഗ്രഹിക്കുമ്പോഴാണ് അതിൽ ദൈവം വച്ചിരിക്കുന്നതായ, ദൈവം ഉദ്ദേശിച്ചതായ നിർമ്മിതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്നതായ വാഗ്ദത്തം, ജീവനുള്ള വാഗ്ദത്തം. ഇപ്പോഴോ യാക്കോബേ, ഞാൻ പേർ ചൊല്ലി വിളിച്ചവൻ, ഞാൻ നിർമ്മിച്ചവൻ, ഞാൻ സൃഷ്ടിച്ചവൻ, ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു, നീ എനിക്കുള്ളവൻ. ദൈവത്തിനുള്ളവരായിരിക്കുമ്പോൾ അവരെ മൂടിക്കളയുവാൻ ഒരു നദിക്കും കഴിയുകയില്ല. അവരെ ദഹിപ്പിച്ച് കളയുവാൻ ഒരഗ്നിക്കും കഴിയുകയില്ല. പാടുകളും പ്രയാസങ്ങളും ഒരുപാട് ദുരിതങ്ങളും അപവാദങ്ങളും ലോകത്തിലവിടെവിടായിട്ട് നമ്മെ വിസിബിളായിട്ടുള്ള, അല്ലെങ്കിൽ കാഴ്ചയിൽ അനേക ദോഷങ്ങൾ നമ്മൾക്കുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അതിൻ്റെ അങ്ങേപ്പുറത്ത് നിന്നെ ഇല്ലാതാക്കി കളയുവാൻ അതിനൊന്നും സാധിക്കുകയില്ല. അതിനങ്ങപ്പുറത്തൊരു നദിയുണ്ട്. ആ നദി നിന്റെ മേലെ കവിയുവാൻ നോക്കും. ആ നദിക്കൊരു സ്വഭാവം, നിന്നോട് നിന്നോട് പരിചയം കാണിക്കും, നിന്നോട് സ്നേഹം കാണിക്കും, മാധുര്യമാണ്. അതിലെ വെള്ളം എല്ലാത്തിനും ഉപകരിക്കുന്നു നീ കണക്കാക്കും. പക്ഷേ ഒരു ദിവസം നിന്നെ മൂടിക്കളയുവാൻ അത് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അവിടെ ഇതാ സംരക്ഷകനായി ദൈവം വരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ ഈ പ്രഭാതം നിന്നെ ദൈവം ഒത്തിരി സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.